വിമാനങ്ങളെക്കുറിച്ച് കേൾക്കുമ്പോൾ നിങ്ങൾക്ക് ആദ്യമായിട്ട് എന്താ തോന്നുന്നത്? കയറി ഒന്ന് യാത്ര ചെയ്യാനാണോ തോന്നുന്നത്? ഇപ്പോൾ വിമാനത്തിൽ യാത്ര ചെയ്യുക എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ അത്രയും വലിയ സംഭവമല്ല. നമുക്ക് ആർക്ക് വേണമെങ്കിലും ചെറിയ ചിലവിൽ നമ്മുടെ നാട്ടിൽ തന്നെ വിമാനങ്ങളിൽ യാത്ര ചെയ്യാനുള്ള സംവിധാനങ്ങളൊക്കെ ഉണ്ട്. വിമാനങ്ങളെക്കുറിച്ച് ആദ്യം കേൾക്കുമ്പോൾ എപ്പോൾ കേട്ട് കഴിഞ്ഞാൽ നമുക്ക് ആദ്യം ഓർമ്മ വരുന്ന പേരുകൾ റൈറ്റ് സഹോദരന്മാരുടെ പേരുകളാണ്. 1903 ഡിസംബർ 17 അമേരിക്കയിലെ നോർത്ത് കരോലീനയിലെ കിൽ ഡെവിൾ എന്ന പേരുള്ള കുന്നുകളിൽ നിന്ന് കിറ്റി ഹാക്ക് ഫ്ലയർ എന്ന പേരിലുള്ള ചെറുവിമാനം മാറി മാറി പറത്തിക്കൊണ്ടാണ് റൈറ്റ് സഹോദരന്മാർ നമ്മുടെയെല്ലാം പറക്കുവാനുള്ള മോഹത്തിന് സാക്ഷാത്കാരം നൽകിയത്. അന്ന് തൊട്ട് ഇന്ന് വരെ പല തരത്തിലുള്ള വിമാനങ്ങൾ ഉണ്ടാക്കപ്പെട്ടിട്ടുണ്ട്, പല വലിപ്പത്തിലുള്ള വിമാനങ്ങൾ ഉണ്ടാക്കപ്പെട്ടിട്ടുണ്ട്, പലതരം സുഖ സൗകര്യങ്ങളുള്ള വിമാനങ്ങൾ ഉണ്ടാക്കപ്പെട്ടിട്ടുണ്ട്. അതിലെല്ലാം തന്നെ മനുഷ്യൻ യാത്ര ചെയ്യുകയും ചെയ്യുന്നുണ്ട്. ഇതൊക്കെ കണ്ട് മോഹിച്ച് സ്വന്തമായി വിമാനം ഉണ്ടാക്കുവാനും പറത്തുവാനും ആഗ്രഹിച്ചിറങ്ങിയിട്ടുള്ളവരും ലോകത്ത് ധാരാളമുണ്ട്. അതിലൊരാളാണ് നമ്മളൊക്കെ ഒരുപാട് നാൾ ചർച്ച ചെയ്ത, നമ്മളൊക്കെ ആരാധനയോടെ നോക്കിയ സജി തോമസ് എന്ന് പറയുന്ന ഒരു മലയാളി. അദ്ദേഹത്തിന് സംസാരിക്കുവാനും കേൾക്കുവാനും കഴിയില്ലാത്ത ഒരാളാണ്. എങ്കിൽ പോലും നിരന്തരമായ പരിശ്രമം നടത്തി അദ്ദേഹം സ്വന്തമായിട്ട് വിമാനമുണ്ടാക്കി പറത്തിയ വാർത്ത ഒരു വലിയ സംഭവമായിരുന്നു നമ്മുടെ നാട്ടിലും പുറം രാജ്യങ്ങളിലും ഒക്കെ. അതിനുശേഷം നമ്മൾ വിമാനവുമായി ബന്ധപ്പെട്ട് വിമാനം പറത്തിയ 2 മലയാളികളെ കണ്ടത് ശരിക്കും പറത്തിയതല്ല, വിമാനം ഉണ്ടാക്കി പറത്തിയതായിട്ട് അഭിനയിച്ച 2 മലയാളികളെ കണ്ടത് ഒന്ന് പൃഥ്വിരാജിനെയും ഒന്ന് വിനീത് ശ്രീനിവാസനെയാണ്. ഈ വിമാനം ഉണ്ടാക്കുന്ന സജി തോമസിൻ്റെ, വിമാനമുണ്ടാക്കിയ സജി തോമസിൻ്റെതെന്ന് പറയുന്ന ജീവിത കഥ 2 രീതിയിൽ സിനിമയാക്കി ഇവർ 2 പേരും മാറി മാറി അഭിനയിച്ചിട്ടുണ്ട്. ആ വിമാനങ്ങൾ എത്ര വിജയകരമായി പറന്നു എന്ന് അന്വേഷിക്കലല്ല നമ്മുടെ ഇവിടുത്തെ കാര്യം. നമ്മളിവിടെ ചർച്ച ചെയ്യാൻ പോകുന്നത് ഒരു ഹോം മെയ്ഡ് വിമാനത്തെക്കുറിച്ചാണ്. ഹോം മെയ്ഡ് എന്ന് കേൾക്കുമ്പോൾ എല്ലാവർക്കും ഭയങ്കര ഫീലാണ്. വീട്ടിലുണ്ടാക്കിയ രുചികൾ, ഇപ്പോൾ ഹോട്ടലിൽ പോലും കിട്ടുന്നത് വീട്ടിലുണ്ടാക്കിയ രുചികളാണ്. അപ്പോൾ നമുക്ക് ഹോം മെയ്ഡ് വിമാനം ഉണ്ടാക്കിയ ആ മലയാളിയെക്കുറിച്ച് ഒന്ന് അന്വേഷിച്ച് നോക്കാം. സ്വന്തമായി വിമാനമുണ്ടാക്കി കുടുംബത്തോടൊപ്പം യാത്ര ചെയ്തുകൊണ്ടിരിക്കുന്ന മലയാളിയുടെ പേര് അശോക് ആലിശ്ശേരിയിൽ താമരാക്ഷൻ എന്നാണ്. അദ്ദേഹം ആലപ്പുഴക്കാരനാണ്. പാലക്കാട് എഞ്ചിനീയറിംഗ് കോളേജിലാണ് അദ്ദേഹം ബിടെക് പഠിച്ച് പാസ്സായത്. 2006 ഉപരിപഠനത്തിനായി ലണ്ടനിലേക്ക് പോയ വ്യക്തിയാണ് അദ്ദേഹം. 2018 വിമാനം പറത്താനുള്ള ആഗ്രഹത്തിൻ്റെ പുറത്ത് പൈലറ്റ് ലൈസൻസിനായി പഠിച്ച് പരീക്ഷകൾ പാസ്സായി പൈലറ്റ് ലൈസൻസ് കിട്ടിയ ആളുമാണ്. ഇതുകൂടാതെ ഫോർഡ് മോട്ടോർ കമ്പനിയിലാണ് ഇദ്ദേഹം എഞ്ചിനീയറായിട്ട് ജോലി ചെയ്യുന്നത്. ഇദ്ദേഹത്തിന് ഭാര്യയും 2 പെൺമക്കളുമുണ്ട്. ലണ്ടനിൽ ഇപ്പോൾ ഇവർ സ്ഥിരതാമസമാണ്. ധാരാളം യാത്രകൾ ചെയ്യുന്ന, ഒരുപാട് സ്ഥലങ്ങൾ കാണാൻ ആഗ്രഹിക്കുന്ന വ്യക്തികളാണ് അശോകും അദ്ദേഹത്തിൻ്റെ ഭാര്യയും മക്കളും ഒക്കെ. എപ്പോഴും ഇവരുമായിട്ട് നിരന്തരം യാത്ര ചെയ്യുന്നത് കൊണ്ടും യാത്ര ചെയ്യാൻ കൂടുതൽ ആഗ്രഹമുള്ളത് കൊണ്ട് തന്നെ തടസ്സങ്ങളില്ലാതെ തനിക്കും തൻ്റെ കുടുംബത്തിനും യാത്ര ചെയ്യാൻ വേണ്ടി ഒരു വിമാനം ഉണ്ടാക്കുവാൻ അശോക് തീരുമാനിച്ചിടത്ത് നിന്നാണ് കാര്യങ്ങളൊക്കെ മാറി മറിയുന്നത്. ലോക്ക്ഡൗൺ കാലഘട്ടം നമുക്കറിയാം. നമ്മുടെ ലോക്ക്ഡൗൺ കാലഘട്ടം എന്ന് പറയുന്നത് പോലീസിന് മുമ്പേ ഉള്ള ഓട്ടത്തിലായിരുന്നു. ഒരുപാട് വീഡിയോകളൊക്കെ നമ്മൾ കണ്ടിട്ടുണ്ട്. ഡ്രോൺ ഉപയോഗിച്ച് പോലീസ് നിയമലംഘകരെ ആദ്യമായി പിടിക്കുന്നത് കണ്ടത് നമ്മൾ ലോക്ക്ഡൗൺ കാലത്താണ്. നിയമലംഘനം എന്തായിരുന്നു? ലോക്ക്ഡൗൺ നിയമങ്ങൾ ലംഘിച്ച് ഫുട്ബോൾ കളിക്കുക, നീന്താൻ പോവുക, റോഡിൽ പഴം വാങ്ങാൻ പോവുക തുടങ്ങിയ പരിപാടികളൊക്കെ ആയിരുന്നു. നമ്മൾ എവിടെ ഒളിച്ചിരുന്ന് എന്ത് ചെയ്താലും പോലീസ് ഡ്രോൺ പറത്തി കണ്ടുപിടിക്കും എന്നൊരു സാഹചര്യമാണ് അന്നുണ്ടായിരുന്നത്. അപ്പോൾ നമ്മുടെ ഈ ലോക്ക്ഡൗൺ കാലം മുഴുവൻ ഈ പോലീസിന് മുന്നിലുള്ള ഓട്ടവും ഈ ലോക്ക്ഡൗൺ നിയമലംഘനങ്ങളും കൊറോണയെ പേടിച്ചുള്ള ഒളിച്ചിരിക്കലും ഒക്കെയായിട്ടാണ് കഴിഞ്ഞത്. എന്നാൽ അശോക് എന്ന് പറയുന്ന എഞ്ചിനീയറുടെ ലോക്ക്ഡൗൺ കാലത്തെ 18 മാസങ്ങൾ അദ്ദേഹം വിനിയോഗിച്ചത് ഒരു വിമാനം ഉണ്ടാക്കാൻ വേണ്ടിയിട്ടായിരുന്നു. അദ്ദേഹം ഉണ്ടാക്കിയ വിമാനത്തിന് 4 സീറ്റുകളാണുള്ളത്. ഇന്ന് ലണ്ടനിൽ UK-യിൽ മുഴുവൻ ഭാഗങ്ങളിലേക്കും ആ വിമാനത്തിൽ അദ്ദേഹത്തിൻ്റെ കുടുംബവും സഞ്ചരിക്കുന്നുണ്ട്. 1,80,00,000 രൂപ ചെലവാക്കിയാണ് അദ്ദേഹം സ്വന്തമായിട്ട് വിമാനം ഉണ്ടാക്കിയത്. നമ്മുടെ നാട്ടിലെ പോലെയല്ല. UK-യിലും US-ലും ഒക്കെ വിമാനം ഉണ്ടാക്കാനുള്ള കിറ്റുകൾ വാങ്ങാൻ കിട്ടും. വിമാനം ഉണ്ടാക്കാൻ ആവശ്യമായ മുഴുവൻ യന്ത്ര സാമഗ്രികളും അടങ്ങുന്ന ഒരു ഫുൾ കിറ്റാണ് കിട്ടുക. പക്ഷേ ഈ കിറ്റ് വാങ്ങി വീട്ടിൽ വെച്ചിട്ട് കാര്യമില്ല, അത് ഉണ്ടാക്കി എടുക്കാൻ അറിയണം. അത് സ്വന്തമായിട്ട് പഠിച്ച്
18 മാസം കൊണ്ട് വാങ്ങിയ കിറ്റ് ഉപയോഗിച്ച് സ്വന്തമായി വിമാനം ഉണ്ടാക്കി ആ വിമാനത്തിന് തൻ്റെ ഇളയ മകളായ ദിയയുടെ പേര് ദിയ എന്ന പേര് നൽകി ആ വിമാനത്തിനകത്ത് കയറി പറന്ന് നടക്കുകയാണ് ഇപ്പോൾ അശോകും കുടുംബവും. അദ്ദേഹം ജർമ്മനിയിലേക്കും ഓസ്ട്രിയയിലേക്കും ചെക്ക് റിപ്പബ്ലിക്കുകളിലേക്കും ഒക്കെ ഈ വിമാനം പറത്തി സഞ്ചരിച്ചിട്ടുണ്ട്. ഈ വിമാനം യാത്ര ചെയ്യുന്നതും ഈ വിമാനത്തിൽ അദ്ദേഹത്തിൻ്റെ കുടുംബം ഇരിക്കുന്നതും അദ്ദേഹവുമായിട്ട് പറന്ന് നടക്കുന്നതുമായിട്ടുള്ള ഒരുപാട് ഫോട്ടോകളും വീഡിയോകളും ഒക്കെ ഇപ്പോൾ ഇൻ്റർനെറ്റിൽ തരംഗമാണ്. സോഷ്യൽ മീഡിയയിൽ എവിടെ നോക്കിയാലും അശോക് ആലിശ്ശേരി താമരേക്ഷൻ എന്ന പേര് അനായാസം കണ്ടെടുക്കാൻ പറ്റുന്ന അവസ്ഥയിലേക്ക് മാറിയിട്ടുണ്ട്. അശോക് ആലിശ്ശേരി താമരാക്ഷൻ എന്ന പേര് കേൾക്കുമ്പോൾ നമുക്ക് എവിടെയോ എന്തോ ഒരു ചെറിയ പരിചയം തോന്നുന്നുണ്ട്. കാര്യം അദ്ദേഹത്തിൻ്റെ പേരിൻ്റെ ഒടുവിലുള്ള താമരാക്ഷൻ എന്നുള്ള പേര് തന്നെയാണ്. AV താമരാക്ഷൻ എന്നാണ് അദ്ദേഹത്തിൻ്റെ പിതാവിൻ്റെ പേര്. ആ പേര് മലയാളികൾക്ക് സുപരിചിതമാണ്. പല പ്രാവശ്യം കേരള നിയമസഭയിലേക്ക് ജയിച്ച് കേരളത്തിലെ ഒരു നിയമസഭാ സാമാജികനായിരുന്ന ആളാണ് AV താമരാക്ഷൻ എന്ന് പറയുന്ന അശോക് ആലിശ്ശേരി താമരാക്ഷൻ്റെ പിതാവ്. നിങ്ങളിപ്പോൾ ചിന്തിക്കുന്നുണ്ടാവും കാശുള്ളവന് എന്തുമാകാമെന്ന്. കാശുള്ളവന് മാത്രമല്ല, ആർക്കും എന്തുമാകാം. അതിനുള്ള ആഗ്രഹവും സ്വപ്നം കാണാനുള്ള മനസ്സും ആ സ്വപ്നത്തിൻ്റെ പുറകെ സഞ്ചരിക്കാനുള്ള ക്ഷമയും അതിനുവേണ്ടി അധ്വാനിക്കാനുള്ള സമയവും ഒക്കെ മതി. അശോക് ആലിശ്ശേരി താമരാക്ഷൻ എന്ന് പറയുന്ന യുവാവ് സ്വന്തം കുടുംബത്തിന് യാത്ര ചെയ്യാൻ ഒരു വിമാനം ഉണ്ടാക്കാനായി ഇറങ്ങിത്തിരിച്ച് ലോക്ക്ഡൗൺ കാലം മുഴുവൻ അധ്വാനിച്ച് ഒരു വിമാനം ഉണ്ടാക്കി ആ വിമാനം പറത്തി ഇന്ന് UK മുഴുവൻ പറന്ന് നടക്കുകയാണ്, യാത്ര ചെയ്യുകയാണ് എങ്കിൽ നമുക്കും വിമാനം ഉണ്ടാക്കാനോ അതുപോലെ നമ്മുടെ ഇഷ്ടങ്ങൾ നടത്തിയെടുക്കാനോ ഒന്നും അത്രയും വലിയ പ്രയാസമില്ല. അതൊരു പ്രയാസമാണെങ്കിൽ സജി തോമസ് എന്ന് പറയുന്ന ബധിരനായ, സംസാരിക്കാൻ കഴിയാത്ത, ചെവി കേൾക്കാത്ത, തൊടുപുഴക്കാരനായ ഒരു സാധാരണക്കാരനായ യുവാവിന് വിമാനമുണ്ടാക്കി പറത്താൻ കഴിയില്ലായിരുന്നു. ആഗ്രഹങ്ങളാണ് വേണ്ടത്, സ്വപ്നങ്ങളാണ് വേണ്ടത്. അതിൻ്റെ പുറകെ നടക്കാനുള്ള മനസ്സും കൂടി ഉണ്ടെങ്കിൽ എന്ത് വിചാരിച്ചാലും നടക്കുമെന്നുള്ളതാണ് സത്യം. എന്തായാലും വിമാനമൊന്നും ഉണ്ടാക്കാൻ ഉടനെ കഴിഞ്ഞില്ലെങ്കിലും നമ്മുടെ ചെറിയ ചെറിയ ആഗ്രഹങ്ങളൊന്നും അത്ര പെട്ടെന്ന് കൈവിട്ട് കളയണ്ട. കൈയെത്തിപ്പിടിക്കാവുന്ന ദൂരത്ത് ആ ആഗ്രഹങ്ങളുണ്ട്. മുന്നോട്ട് നടന്നാൽ മതി, എത്തിയൊന്ന് പിടിച്ചാൽ മതി.